വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ സ്വീകരണത്തിന് നമ്മളോടെല്ലാരോടും അത്യധികം നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. പ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ആറായിട്ട് മടക്കി നിന്റെ കോണാത്തി കൊണ്ടുവച്ചാണ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എണീക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയും അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടി. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡില് കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റെതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്. വെറുതെ കിടന്ന് ഉരുളാദാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. തൂക്കിയല്ലോ മതിയാക്ക്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. മൊത്തം കുഴപ്പമാണല്ലോടാ. മനതാരിലേശലായേ